നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിനിമയെ വെല്ലുന്ന തിരക്കഥയുമായി ഭർത്താവിനെ വകവരുത്താൻ ഇറങ്ങിത്തിരിച്ച ഒരു യുവതിയുടെയും കാമുകന്റെയും കഥയാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്നും പുറത്തുവരുന്നത്. തന്റെ അവിഹിത ബന്ധത്തിന് തടസ്സമാകുമെന്ന് കണ്ടതോടുകൂടി താലി കെട്ടിയവനെ തന്നെ ഇല്ലാതെയാക്കാൻ 10 ലക്ഷം രൂപയുടെ കൊട്ടേഷൻ നൽകി ശില്പ എന്ന യുവതിയും കാമുകൻ നാഗസുധീറിനും ഇപ്പോൾ അഴിക്കുള്ളിലാണ്. കയ്യിലുണ്ടായിരുന്ന 14 പവൻ സ്വർണം പണയം വെച്ച് വിറ്റും കൊലപാതകത്തിന് യുവതി പണം കണ്ടെത്തിയത് എന്നാണ് ഞെട്ടിക്കുന്ന വിവരം. ആന്ധ്രാപ്രദേശിലെ ലിംഗാപുരത്താണ് നാടിന് നടുക്കിയ ഈ സംഭവം അരങ്ങേറുന്നത്. ഈശ്വര റെഡ്ഡിയുടെ ഭാര്യയായ ശില്പയും ജമ്മലമടുഗു സ്വദേശിയായ നാഗസുധീറും തമ്മിലുള്ള പരിചയം അതിവേഗം വഴിവിട്ട ബന്ധത്തിലേക്ക് മാറുകയായിരുന്നു. നാഗസുധീറും വിവാഹിതനായിരുന്നു എന്നൊന്നും ഇവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഭാര്യയുടെ കളി ഈശ്വർ റെഡ്ഡി മരണത്തറിഞ്ഞതോടുകൂടിയാണ് കഥ മാറിയത്. ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് അദ്ദേഹം പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ശില്പ അതൊന്നും തന്നെ ചെവികൊണ്ടില്ല. ഒടുവിൽ ഭർത്താവിനെ ഒഴിവാക്കിയാൽ തങ്ങൾക്ക് സൗര്യമായി തന്നെ ജീവിക്കാമെന്ന് ഇരുവരും ചേർന്ന് നിലപാടെടുത്തതോടുകൂടിയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. 10 ലക്ഷത്തിന്റെ കൊട്ടേഷനാണ് ഇവൻ നൽകിയത്. ഇതിനുവേണ്ടി 14 പവൻ സ്വർണം പണയം വെച്ചാണ് ഭർത്താവിന് തീർക്കാൻ ഒരു പ്രൊഫഷണൽ സംഘത്തെ തന്നെ ഇവർ തേടിപ്പിടിച്ചത്. ഗുണ്ട നേതാവ് വിനയ് വഴിയാണ് ഹിന്ദുപുരിയിൽ നിന്നുള്ള കൊട്ടേഷൻ സംഘത്തെ ഇവർ സമീപിച്ചത്. 10 ലക്ഷം രൂപയായിരുന്നു ഉറപ്പിച്ചത്. അഡ്വാൻസായി നൽകാൻ പണമില്ലാതിരുന്ന ശില്പ ഒടുവിൽ തന്റെ പക്കലുണ്ടായിരുന്ന 14 പവൻ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചു. വിറ്റും 5 ലക്ഷം രൂപ സംഘടിപ്പിച്ചു. ബാക്കി തുക കൊലപാതകത്തിന് ശേഷം നൽകാമെന്നായിരുന്നു കരാർ. അങ്ങേയറ്റം ആസൂത്രിതമായിരുന്നു കൊട്ടേഷൻ സംഘത്തിന്റെ നീക്കം. ഈശ്വർ റെഡ്ഡി ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ കാറിടിച്ച് വീഴ്ത്തി അപകട മരണമാക്കി മാറ്റാനായിരുന്നു പ്ലാൻ. ബൈപ്പാസ് റോഡിൽ വെച്ച് ആസൂത്രണം ചെയ്ത പോലെ കൊട്ടേഷൻ സംഘം ഈശ്വർ റെഡ്ഡിയുടെ ബൈക്കിൽ കാർ ഇടിപ്പിച്ചു. റോഡിൽ തെറിച്ചു വീണ ഈശ്വർ റെഡ്ഡി മരിച്ചെന്ന് ഉറപ്പാക്കാൻ സംഘം അടുത്തേക്ക് എത്തിയെങ്കിലും അപ്രതീക്ഷിതമായി അദ്ദേഹം കുതറി മാറുകയായിരുന്നു. ആയുധങ്ങളുമായി സംഘം കുത്താൻ ശ്രമിച്ചെങ്കിലും ഭാഗ്യത്തിന് അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ട് നേരെ ഓടിയെത്തി പോലീസ് സ്റ്റേഷനിലേക്കാണ്. ഈശ്വർ റെഡ്ഡി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ തന്ത്രപരമായ നീക്കമാണ് പ്രതികളെ കുടുക്കിയത്. ആദ്യം കൊട്ടേഷൻ സംഘത്തെ പിടികൂടിയ പോലീസ് അവരെ ചോദ്യം ചെയ്തതോടുകൂടിയാണ് ശില്പയുടെയും നാഗസുധീറിന്റെയും പങ്ക് പുറത്തു വന്നത്. താൻ ഏറെ സ്നേഹിച്ച ഭാര്യ തന്നെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയെന്ന വിവരം അറിഞ്ഞ ഈശ്വർ റെഡ്ഡി നടുങ്ങിപ്പോവുകയും തളർന്നു വീഴുകയും ചെയ്തു. നിലവിൽ ശില്പയെയും നാഗസുധീറിനെയും കൊട്ടേഷൻ സംഘങ്ങളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പരസ്ത്രീ പരപുരുഷ ബന്ധങ്ങൾ എങ്ങനെയൊക്കെ കൊടും ക്രൂരതയിലേക്ക് വഴിമാറും എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് ഈ സംഭവ വികാസങ്ങൾ.